നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് വിദേശ പഠനം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ സ്കോളർഷിപ്പ് സ്കീമാണ്. നമ്മുടെ സ്റ്റുഡൻസ് പലരും തന്നെ വിദേശ സർവകലാശാലകളിൽ പോയിട്ട് ഉന്നത പഠനം എല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ പലരുടെയും ഒരു സ്വപ്നമാണ് വിദേശങ്ങളിൽ പോയിട്ട് ഒരു ഉന്നത ബിരുദം കരസ്ഥമാക്കുക എന്നുള്ളത്. അപ്പൊ പലർക്കും അത് സാധിക്കാതെ വരുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടായിരിക്കും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എല്ലാം ലഭിക്കും. പക്ഷെ ആ ലോണിനെല്ലാം കൊളാറ്ററൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഉയർന്ന പലിശ നിരക്കും ഈടാക്കുന്നതാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഭാരിച്ച പലിശ കൊണ്ടോ എല്ലാം തന്നെ പല വിദ്യാർത്ഥികളും അവരുടെ വിദേശ പഠന സ്വപ്നം ഉപേക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഈ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് നിങ്ങളുടെ വിദേശ പഠനം എന്നുള്ള സ്വപ്നം നഷ്ടപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജയൻ ടാറ്റ ട്രസ്റ്റ് വിദേശ പഠനത്തിന് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ സഹായിക്കാനായിട്ട് ഒരു കുറഞ്ഞ പലിശ നിരക്കിൽ ഒരു ലോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയൻ ടാറ്റ എൻഡോമെന്റ് ലോൺ സ്കോളർഷിപ്പ് സ്കീം എന്നാണ് ഈ സ്കീമിന്റെ പേര്. വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവര് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോൺ സ്കോളർഷിപ്പ് സ്കീമാണ്. 2025-26 അക്കാഡമിക് ഇയറിലേക്കുള്ള സ്കോളർഷിപ്പ് സ്കീമിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. അതായത് ഇത് ഓപ്പൺ ആയത് ജാനുവരി 7-നാണ്. ഇത് നിങ്ങൾക്ക് മാർച്ച് 7 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ കോഴ്സ് പഠിക്കുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ ഇതിന് പലിശ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ റീപേയ്മെന്റ് പീരീഡ്, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഓവർസീസിൽ പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. അതായത് നിങ്ങൾ ഓവർസീസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, PhD, അതല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാമിനെല്ലാം പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എല്ലാ എഡ്യൂക്കേഷൻ സ്ട്രീംസിലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ സയൻസ് സ്ട്രീം എല്ലാം, അത് പ്യുവർ സയൻസ്, അപ്ലൈഡ് സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഇത് കൂടാതെ മാനേജ്മെന്റ്, ലോ, കോമേഴ്സ്, ഫൈൻ ആർട്സ്, ഇങ്ങനെയുള്ള എല്ലാ സെക്ടറിലും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് 100% മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് സ്കീമാണ്. എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് ഏകദേശം 100ഓളം കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലോൺ ലഭിക്കാറുണ്ട്. നിങ്ങൾ മെറിറ്റോറിയസ് ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ലഭിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് 4 ഫേസ് ആയിട്ടാണ്. അപ്പോൾ ഓരോ ഫേസിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഇന്ത്യയിലെ ഹയർ സ്റ്റഡീസിന് ഇവര് ഈ സ്കോളർഷിപ്പ് ലോൺ പ്രൊവൈഡ് ചെയ്യത്തില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് 2025 ജൂൺ 30 45 വയസ്സിന് കൂടാൻ പാടില്ല. അടുത്തത്, നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ 60% മാർക്കോടുകൂടി പാസ്സായ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും. വിദേശത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ട് കോഴ്സ് ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ആയിരിക്കണം. അതായത് നമ്മുടെ ഇന്ത്യൻ ടെർമിനോളജി പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ആയിരിക്കണം. ഇനി നിങ്ങൾക്കിത് ഇതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലോൺ കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ കിട്ടിയിട്ട് നിങ്ങൾ അവെയിൽ ചെയ്യാതിരിക്കുകയോ ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ സ്കോളർഷിപ്പ് സ്കീമിന് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ സെലക്ട് ആയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ വർഷം വീണ്ടും അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളിപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ ഒരു കണ്ടീഷൻ പറയുന്നത് നിങ്ങളവിടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുകയും അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് 1 വർഷത്തോളം നിങ്ങളുടെ കോഴ്സ് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളിവിടെ ഇന്ത്യയിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഫൈനൽ ഇയർ റിസൾട്ട് അവൈറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഓവർസീസ് ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഓഫർ ലെറ്റർ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഇവർക്ക് ഒരു മെയിൽ അയക്കാവുന്നതാണ്. ആ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതായത് jnteapplication@tatatrust.org എന്നുള്ള ഇമെയിൽ IDയിലേക്കാണ് നിങ്ങളൊരു മെയിൽ ചെയ്യണം. ആ മെയിലിൽ നിങ്ങളുടെ റെഫറൻസ് നമ്പറും കൂടി വെക്കണം. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ കോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവർക്ക് ഇമെയിൽ അയക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് മുന്നേ ഈ ലോൺ സ്കോളർഷിപ്പ് സ്കീം ലഭിക്കുകയും നിങ്ങളത് ഫുള്ളായിട്ട് റീപേ ചെയ്ത് കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2025-26 അക്കാഡമിക് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നും കൂടി നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ വിദേശത്ത് ഏതെങ്കിലും ഒരു സെമിനാർ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് കറസ്പോണ്ടൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടോ വിദേശ സർവകലാശാലയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി
ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വിദേശത്തെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റിയും അതോടൊപ്പം ഇൻഎലിജിബിലിറ്റിയും പറയുന്ന കണ്ടീഷൻസ്. ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മൊത്തം സെലക്ഷൻ പ്രോസസ്സിനെ അവർ 4 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആണ് ഫസ്റ്റ് ഫേസ്. നിങ്ങൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യണം. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം നൽകണം. ഇനി നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ എന്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസും കൂടി നിങ്ങൾ അവിടെ കൊടുക്കണം. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സിന്റെ സ്കാൻഡ് കോപ്പീസും ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെ കോപ്പീസ് ആണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. അത് 500 by 500 പിക്സലില് JPEG ഫോർമാറ്റിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതോടൊപ്പം ആധാർ കാർഡ് വേണം. പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഓരോ അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ മാർക്ക് ലിസ്റ്റോ അതല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി വേണ്ടതാണ് SOP എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്. ഇനി ആദ്യം പറഞ്ഞ ഈ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്കും എല്ലാം പലർക്കും ഒരേപോലെ ഉണ്ടാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസിലാണ്. നിങ്ങൾ ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതിന് പ്രത്യേക ഒരു ടെംപ്ലേറ്റ് ഒന്നുമില്ല, നിങ്ങൾ സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്. അത് അവർ പ്രത്യേകം പറയേണ്ടത് ഇതിൽ പ്ലാഗറിസം പാടില്ല, അതുപോലെ തന്നെ ബയോഗ്രാഫിക് ഡീറ്റെയിൽസ് ഒന്നും പാടില്ല. ഇത് 800 വേർഡ്സിൽ നിങ്ങൾ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നിങ്ങളുടെ അക്കാഡമിക് ചോയ്സിന് ഉപരിയായിട്ട് നിങ്ങളുടെ തിങ്കിങ് സ്കില്ലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനായിട്ട് ടൈപ്പ് ചെയ്ത് പോകാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ചേർക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ്. അത് ഷോർട്ട് ടേം ഗോൾസ് ആകാം അല്ലെങ്കിൽ ലോങ് ടേം ഗോൾസ് ആയിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഇതിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് അവർ ഫൈനലായിട്ട് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വെയിറ്റേജ് കിട്ടാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ളൊരു SOP ആയിരിക്കണം നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ കാണിക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. നിങ്ങൾ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പബ്ലിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ അതുമെല്ലാം കോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ SOP എഴുതാനായിട്ട്. ഇനി നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് 3 ഡോക്യുമെന്റ്സും കൂടി അവിടെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയറിൽ നിന്നുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇനി നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ITR ഫയൽ ചെയ്തോ, അതല്ലെങ്കിൽ നിങ്ങളുടെ 3 മാസത്തെ പേ സ്ലിപ്പോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ല നിങ്ങൾ കുറേശ്ശെ വേണമെങ്കിൽ അങ്ങനെയായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രാഫ്റ്റ് സേവ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ കറക്ഷൻസ് ഒന്നും വരുത്താൻ സാധിക്കില്ല. അങ്ങനെ കറക്ഷൻസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു ഇമെയിൽ ID പറഞ്ഞല്ലോ, ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ അവർക്ക് മെയിൽ സെൻഡ് ചെയ്തതിന് ശേഷം അവരെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഇത് കറക്ഷൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഗ്രേ സ്കെയിൽ PDF ഫോർമാറ്റിലായിരിക്കണം. ഓരോ ഡോക്യുമെന്റും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ അതിനകത്ത് നെയിം ചെയ്തിരിക്കണം, എന്താണ് ഡോക്യുമെന്റ് എന്നുള്ളത്. പിന്നെ നിങ്ങളിത് ഫൈനലായിട്ട് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളിത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഫേസ് തുടങ്ങുന്നത് January 7th ആണ്. January 7th തുടങ്ങിയിട്ട് ഇത് March 7th വരെയാണ് ഫസ്റ്റ് ഫേസിന്റെ സമയം. സെക്കൻഡ് ഫേസ് ആണ് നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാർച്ചിലായിരിക്കും. March 30th സൺഡേ ആണ് ഇവരെ എൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് പറയുന്നത്. പിന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. നിങ്ങൾ ആദ്യത്തെ ഫേസിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് നടത്തിയിട്ടാണ് സ്റ്റുഡൻസിനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് അവർ ക്വാളിഫൈ ചെയ്യുന്നത്. അതിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും അവർ നിങ്ങളെ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റ് ഒന്നും അല്ല. ഈ കാൻഡിഡേറ്റിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു ടെസ്റ്റാണിത്. നിങ്ങൾക്ക് ഈ ടെസ്റ്റിന്റെ ഒരാഴ്ച മുന്നേ തന്നെ അവർ നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ അവർ നിങ്ങൾക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഇതിന് വേണ്ടി ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ അതും അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ അവർ ഇതിന്റെ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും അവർ പറഞ്ഞു തരും. അതായത് നിങ്ങൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എങ്ങനെയായിരിക്കണം, അങ്ങനത്തെ ഉള്ള റിലേറ്റഡ് എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ ടെസ്റ്റിന്റെ റിസൾട്ടും അവർ ഇമെയിലായിട്ട് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി തേർഡ് ഫേസ് ആണ് ഇന്റർവ്യൂ ഫേസ് എന്ന് പറയുന്നത്. ഈ ഇന്റർവ്യൂ നടക്കുന്നത് നിങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്ടുമായിട്ടാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ജയിച്ച കുട്ടികളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ടെക്നിക്കൽ ഇന്റർവ്യൂ നടത്തുന്നത്. ഇനി നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ജയിച്ചില്ലെങ്കിലും അവർ നിങ്ങളെ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഈ ഫേസിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഓവർസീസ് എഡ്യൂക്കേഷന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സ് ഓഫ് സ്റ്റഡിയുടെ ഡീറ്റെയിൽസും ആണ് ഈ ഫേസിൽ നിങ്ങൾ നൽകേണ്ടത്. അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫണ്ടിങ് സോഴ്സ് എന്താണെന്നും ഇവരെ അറിയിക്കേണ്ടതുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നിങ്ങൾ കുറച്ച് സ്കാൻഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ലെറ്റർ ഓഫ് അഡ്മിഷൻ, ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും വേണം. പിന്നെ സ്കോർ കാർഡ്സ്, അതായത് GRE, GMAT, TOEFL, IELTS, PT, ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ സ്കോർ കാർഡ് വേണം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്സോ അല്ലെങ്കിൽ റാങ്കിങ്ങോ അല്ലെങ്കിൽ പ്രൈസോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിസർച്ച് വർക്കോ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യാം. ഇതുകൂടാതെ നിങ്ങളുടെ റെസ്യൂമേ വേണം. പിന്നെ വിദേശ പഠനത്തിന് എത്ര നിങ്ങൾക്ക് ചെലവാകും, അതായത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എത്രയാണെന്ന് അത് കാണിക്കുന്ന ഡോക്യുമെന്റ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫണ്ടിന്റെ സോഴ്സ് എന്താണെന്ന് കാണിക്കുന്ന ഒരു രേഖയും കൂടി നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ സ്റ്റേജിൽ ഒരു SOP പറഞ്ഞു, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ. ഇനി ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് LOP വെക്കണം, അതായത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. നിങ്ങളെ പുറത്തു പോയി പഠിക്കുന്നതിന് നിങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം. ആ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത് ആരാണോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആ ലെറ്റർ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത് JN ടാറ്റ ട്രസ്റ്റിന്റെ ട്രസ്റ്റീസിനാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് ടു ദ ട്രസ്റ്റീസ് ഓഫ് JN ടാറ്റ ട്രസ്റ്റ് എൻഡോവ്മെന്റ്, അങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നിങ്ങൾ മേടിക്കുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ കോളേജിലെയോ പ്രൊഫസറിൽ നിന്നായിരിക്കാം. നിങ്ങളിപ്പോൾ എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിൽ നിന്നാണെങ്കിലും ഇത് വാങ്ങാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ റെക്കമെൻഡറിന്റെ നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെന്റ്, നെയിം ഓഫ് കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, ഓർഗനൈസേഷൻ, അതുകൂടാതെ റെക്കമെൻഡറിന്റെ സിറ്റി, കോൺടാക്ട് നമ്പർ, അതോടൊപ്പം തന്നെ അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID ആയിട്ടാണ് നിങ്ങൾ ഈ LOP സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ട്രസ്റ്റീസിന്റെ ആൾക്കാർ ഈ റെക്കമെൻഡറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവരെ സംസാരിക്കും. അപ്പൊ ഇതൊക്കെയാണ് തേർഡ് ഫേസിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതായത് മൈക്രോസോഫ്റ്റ് ടീംസോ അല്ലെങ്കിൽ സൂമോ ഇത് ഏതെങ്കിലും മോഡ് വഴിയായിരിക്കും നിങ്ങളായിട്ടുള്ള ഇന്റർവ്യൂ നടത്തുന്നത്. ഇത് നടക്കുന്നത് ഏകദേശം ഏപ്രിൽ ടു ജൂൺ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ മാക്സിമം ജൂലൈ ഫസ്റ്റ് വീക്കിലേക്ക് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവുന്നത് ഈ ട്രസ്റ്റിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു സബ്ജക്ട് എക്സ്പേർട്ടും ഉണ്ടാവും. ഈ 4 ഫേസുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിട്ടുന്ന ഫേസ് ഈ ഇന്റർവ്യൂ ഫേസ് ആണ്. അപ്പൊ അതിന് നിങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്ടും ഉണ്ടാവും. അവിടെ നിങ്ങളുടെ സബ്ജക്ട് നോളജ് നിങ്ങൾ അവിടെ പെർഫോം ചെയ്ത് കാണിക്കേണ്ടതായിരിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ ട്രസ്റ്റിയുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ് എന്താണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അപ്പൊ ഇത് ഈ ഹയസ്റ്റ് വെയിറ്റേജ് കിട്ടുന്ന ഒരു ഫേസ് ആണ് ഈ ഇന്റർവ്യൂ ഫേസ്. അപ്പോൾ എല്ലാവരും സബ്ജക്റ്റിൽ തറവായിട്ടിരുന്നാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഫേസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് ഒരാഴ്ച മുന്നെങ്കിലും നിങ്ങൾക്ക് ഈ കിട്ടിയ അഡ്മിഷൻ ലെറ്റർ ഇവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. ഇത് കൊടുത്താൽ മാത്രമേ അവർ നിങ്ങളെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ആദ്യത്തെ ഫേസിൽ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു വർഷം പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റഡീസിനെ കുറിച്ചിട്ടായിരിക്കും. ബാക്കി അല്ലാത്തവർക്ക് ഇൻഡെപ്ത് ആയിട്ട് അവർ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഇൻഡെപ്ത് ആയിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ജയിക്കുന്ന കുട്ടികളെയാണ് അടുത്ത ഫൈനൽ സെലക്ഷനിലേക്ക് അവർ കോൾ ഫോർ ചെയ്യുക. അതാണ് ഫോർത്ത് ഫേസ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഏകദേശം ഒരു ജൂലൈ മധ്യത്തോടു കൂടി അവർ അറിയിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സെലക്ടഡ് അല്ലെങ്കിൽ അവർ നിങ്ങൾ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊരു ഫോർമൽ ആക്സെപ്റ്റൻസ് കൊടുക്കണം. അതായത് നിങ്ങൾ ഈ ലോൺ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ലെറ്റർ അവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റേഷൻസ് ഫോർമാലിറ്റീസും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് കുറച്ച് സ്കാൻഡ് ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും വേണ്ടാന്ന്, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ഗ്യാരണ്ടർ വേണം. ഈ ഗ്യാരണ്ടർ നിങ്ങളുമായിട്ട് ഈക്വലായിട്ട് ലയബിൾ ആയിരിക്കും. അതായത് ഈ ലോൺ എടുക്കുന്ന വ്യക്തിയും ഈ ഗ്യാരണ്ടറും ഈ ലോൺ എമൗണ്ടിന് ഈക്വലായിട്ട് ലയബിൾ ആയിരിക്കും. ഈ ഗ്യാരണ്ടർ ഈ കാൻഡിഡേറ്റിന്റെ പാരന്റോ അല്ലെങ്കിൽ ഗാർഡിയനോ ആവാം. ഇനി ഒരു മാരീഡ് പേഴ്സൺ ആണെങ്കിൽ ഗ്യാരണ്ടർ സ്പൗസോ അതല്ലെങ്കിൽ ഇൻലോസോ ആവാം. ഇനി ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ആർക്കും ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബ്രദർ, സിസ്റ്റർ, അങ്കിൾ, ആൻറ്റ് അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാം. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ ആരും തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഒരാളെ നിങ്ങളുടെ ഗ്യാരണ്ടർ ആയിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഈ എൻഡോമെന്റ് ട്രസ്റ്റുകാരുമായിട്ട് ഇമെയിൽ വഴി ബന്ധപ്പെട്ട് അവരുടെ നിന്ന് പ്രയർ അപ്രൂവൽ വാങ്ങണം. അതായത് നോൺ റിലേറ്റീവ് ആണ് ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അപ്രൂവൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങണം. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് കാൻഡിഡേറ്റിന്റെ പാൻ കാർഡ്, അതോടൊപ്പം തന്നെ ക്യാൻസൽഡ് ചെക്ക് അതല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ്. ഇനി നിങ്ങളുടെ ഗ്യാരണ്ടറിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് നേരത്തെ പോലെ 500x500 പിക്സൽസിലുള്ള JPG ഫോർമാറ്റിലുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഗ്യാരണ്ടറിന്റെ ഇൻകം പ്രൂഫും വേണം. ലേറ്റസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്ത ITRന്റെ കോപ്പിയും വേണം. ഗ്യാരണ്ടറിന്റെ പാൻ കാർഡും ആധാർ കാർഡും. ഇത്തരം ഡോക്യുമെന്റ്സ് ആണ് ഫൈനൽ സെലക്ഷനിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ലഭിച്ചതിന് ശേഷം JNTE ആപ്ലിക്കേഷൻ പോർട്ടലിലുള്ള ഒരു ഫോർമാലിറ്റി ഡേറ്റ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. JNTE ആപ്ലിക്കേഷൻ പോർട്ടൽ, അതായത് application.jnTata.endowment.org/tata-endowment എന്നുള്ള പേജിൽ കയറിയിട്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ ഗ്യാരണ്ടറെയും വിളിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഇൻ പേഴ്സൺ ആയിട്ട് അവിടെ പോകണം. എന്നിട്ട് ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനുണ്ടാവും. അത് സൈൻ ചെയ്തതിന് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് ലോൺ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് jntata-endowment.org എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ നൗ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫോമാറ്റിലല്ല ഈ ഫോം ഉള്ളത്. നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ March 7 വരെ സമയമുണ്ട്. അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്കുള്ളൊരു സംശയം, നിങ്ങൾക്ക് ഈ ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടോ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ എങ്ങനെ റീപേയ്മെൻറ്റ് ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിന് അവർ ചാർജ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ്. അതായത് 2% മാത്രമേ ഉള്ളൂ ഇതിന് അവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഇവരെ സമീപിച്ചാൽ അവർ ഈ 2% എന്നുള്ളതും ചിലപ്പോൾ വേവ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ റീപേയ്മെന്റ് ഷെഡ്യൂൾ പറയുന്നത്, നിങ്ങൾ ഈ ലോൺ അവൈൽ ചെയ്ത ഡേറ്റ് തൊട്ട് 3 തുടങ്ങി 7 വർഷം വരെയുള്ള പീരീഡിലാണ് നിങ്ങൾ ഇത് അടച്ചു തീർക്കേണ്ടത്. അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാം. ഇനി നിങ്ങൾക്ക് അതിന് മുന്നേ അടച്ചു തീർക്കണമെങ്കിൽ പ്രീ ക്ലോഷർ ഓപ്ഷനും അവർ നൽകിയിട്ടുണ്ട്. ഈ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് 1 lakh തുടങ്ങി മാക്സിമം 10 lakh വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷനും നിങ്ങളുടെ ആവശ്യകത എന്താണെന്ന് നോക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ലോൺ തരിക. അപ്പോൾ മാക്സിമം 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോണായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരെ നിങ്ങൾക്കൊരു ട്രാവൽ ഗ്രാൻഡും അതോടൊപ്പം തന്നെ ഒരു ഗിഫ്റ്റ് അവാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ അവരതിൻ്റെ വെബ്സൈറ്റിൽ അഡ്രസ്സ് നൽകിയിട്ടുണ്ട്. അതായത് jnte@tatatrust.org. ഈ ഇമെയിലിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അവർ മറുപടി തരുന്നതായിരിക്കും. ഇവരുടെ ഓഫീസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9:30 to 5 PM ആണ്. അത് Monday to Friday മാത്രമേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ ഇവർ ടെലിഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 9122-665-7681. ഇനി 7681 പകരം 7198 അതല്ലെങ്കിൽ 7774 ഇതിലേതെങ്കിലും ഒരു നമ്പർ ഡയൽ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചോദിക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഇത് 100% മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ നൽകുന്നൊരു ലോൺ സ്കോളർഷിപ്പ് ആണ്. അപ്പൊ പല സ്കോളർഷിപ്പുകളും ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇത് ജെന്യുവൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് നമ്മളുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയത്. ഇത് വർഷങ്ങളായിട്ട് ടാറ്റ ട്രസ്റ്റ് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്.
അപ്പോൾ 100% മെറിറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് ഇതിൽ വേറെ ഒരു മാൽ പ്രാക്ടീസസ് ഒന്നും നടക്കില്ല. അപ്പം നിങ്ങൾ മെറിറ്റോറിയസ് ആണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വിദേശ പഠനം എന്നുള്ള സാക്ഷാത്കരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ എമൗണ്ട് കൊണ്ട് സാധിച്ചേക്കാം. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കാം. മാർച്ച് 7 വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള പല സ്കോളർഷിപ്പ് സ്കീമായിട്ട് അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ കണ്ടന്റ്സും ജോബ് ഓപ്പർച്യൂണിറ്റീസും ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.